അധ്യാപന പരിശീലന രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ CTEF. 1985 ഡോക്ടർ ഗുലാബ് ചൗരസ്യ സ്ഥാപിച്ച ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഡോക്ടർ ശിവദാസൻ പിള്ളയാണ് അടിസ്ഥാനമിട്ടത്. 2002 തിരുവനന്തപുരത്ത് വെച്ച് ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിലാകെ ഈ സംഘടനയ്ക്ക് ഏകദേശം 14,000-ലധികം അംഗങ്ങളുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, ട്രെയിനിങ് കോളേജുകൾ, ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഡയറ്റ് എന്നിവിടങ്ങളിലുള്ള 1200-ൽ പരം അധ്യാപകരും 50ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതിൽ മെമ്പർമാരായിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു ഇൻ്റർനാഷണൽ സെമിനാറിനോടൊപ്പമാണ് നടത്താറുള്ളത്. ഈ വർഷത്തെ പ്രത്യേകത 38ാമത് ദേശീയ കോൺഫറൻസും 23ാമത് കേരള കോൺഫറൻസും ഒന്നിച്ച് ചേലേമ്പ്ര ദേവകേമ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം ഫോർ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എക്സ്പ്ലോറിംഗ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ എന്ന വിഷയത്തിൽ മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർനാഷണൽ സെമിനാർ ഇതോടൊപ്പം ഈ വർഷം സംഘടിപ്പിക്കുന്നു. 13-ാം തീയതി ഓൺലൈനായും 14-15 തീയതികളിൽ ഓഫ്ലൈനായുമാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത്. സമ്മേളനത്തോടൊപ്പം അധ്യാപന രംഗത്തെ 14 അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ അവാർഡുകളെല്ലാം CTF ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ഡോക്ടർ ND ജോഷി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസിനുള്ള അവാർഡ് CTF ഏർപ്പെടുത്തിയത് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് ചേലേമ്പ്ര ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിനാണ് എന്നത് പ്രത്യേകം അഭിമാനത്തിന് വക നൽകുന്നതാണ്. 13-ാം തീയതി കാലത്ത് 9 മണിക്ക് കോഴിക്കോട് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം ഡീൻ ഡോക്ടർ K. അബ്ദുൽ ഗഫൂർ സമ്മേളനത്തിനുള്ള പതാക ഉയർത്തും. കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പാട്രൺ ഡോക്ടർ ഗ്രേസ് ആനി മാത്യു, വിദ്യാഭ്യാസ വിഭാഗം അധ്യക്ഷ ഡോക്ടർ CM ബിന്ദു, നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അർച്ചന ഭട്ടാചാര്യ, കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ നിമ്മി മറിയ ഉമ്മൻ എന്നിവർ തുടർന്ന് സംസാരിക്കും. തുടർന്ന് ഓസ്ട്രേലിയ മെൽബണിലെ ലാട്രോബ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ പ്രേംനാഥ് കുറുപ്പ് പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. തുടർന്നുള്ള പാനൽ ചർച്ചകളിൽ ഡോക്ടർ അനീസ് മുഹമ്മദ്, ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ സ്മിത ജോസ് എന്നിവർ വിവിധ പേപ്പറുകൾ അവതരിപ്പിച്ച് സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം ജോർദാനിലെ മിസ് ബുധൈന മഹമ്മൂദ് അബുഷേഖ്, യമനിലെ പ്രൊഫസർ ഒമർ അലി ഹുസൈൻ അബീബ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് പേപ്പർ പ്രസൻറ്റേഷൻ സെഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക. 14-ാം തീയതി കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട മലപ്പുറം പാർലമെൻറ്റ് അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ശ്രീ ET മുഹമ്മദ് ബഷീർ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. നാഷണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഭണ്ഡാർക്കർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ MS ഗീത, ഇൻ്റർനാഷണൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നീലിമ ഭഗവതി, സൗത്ത് സോൺ ചെയർമാൻ ഡോക്ടർ KY ബെനഡിക്റ്റ് എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ വെച്ച് CTF ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകൾ വിതരണം ചെയ്യും. പിതാവ് ഡോക്ടർ ജോസഫ് മാർ തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. കോളേജ് മാനേജർ M. നാരായണൻ, വിദ്യാഭ്യാസ വിഭാഗം ഡീൻ ഡോക്ടർ K. അബ്ദുൽ ഗഫൂർ, CTF സൗത്ത് സോൺ പാട്രൺ ഡോക്ടർ VM ശശികുമാർ, അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ ജോൺസൺ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ TK മാത്യു എന്നിവർ ഈ യോഗത്തിൽ സംസാരിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ വെച്ചാട് നന്ദിയും രേഖപ്പെടുത്തുന്നതോടെ ഉച്ചവരെയുള്ള സെഷൻ അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഗുലാബ് ചൗരസ്യ, ഡോക്ടർ ദേവരാജ് വിച്ച്, ഡോക്ടർ JP നായക്, ഡോക്ടർ ശിവദാസൻ പിള്ള, ഡോക്ടർ MP പിള്ള എന്നിവർക്കുള്ള അനുസ്മരണ പ്രഭാഷണങ്ങളാണ് നടക്കുന്നത്. തുടർന്ന് സംസ്ഥാന ദേശീയ പ്രതിനിധി സമ്മേളനവും അതോടനുബന്ധിച്ച് കോളേജിലെ വിദ്യാർത്ഥികളെ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ആരംഭിക്കും. 15-ാം തീയതി കാലത്ത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP നടപ്പിലാക്കിയപ്പോഴുണ്ടായ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് മുൻ ഡീൻ ഡോക്ടർ V. രഘു മോഡറേറ്റർ ആയിരിക്കും. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മോഹൻ B. മേനോൻ, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഉണ്ണി ഏലിയാസ് മുസ്തഫ, കോഴിക്കോട് NITയിലെ ഡോക്ടർ മനോജ് പ്രവീൺ, ഡോക്ടർ ചന്ദ്രശേഖര പ്രവീൺ, ചിന്മയ വിദ്യാലയ
വിശ്വവിദ്യാലയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അധ്യക്ഷൻ ഡോക്ടർ പ്രമോദ് ദിനകർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് അധ്യക്ഷ ഡോക്ടർ JV ആശ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പർ മുഖ്യ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ വെച്ച് കോഴിക്കോട് ഡിക്ലറേഷൻ പ്രഖ്യാപിക്കും. CTEF വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ K. രാജേശ്വരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ മറിയാമ്മ മാത്യു, ട്രഷറർ ശ്രീ പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിക്കും. ഡോക്ടർ അശോകൻ മച്ചാട് നന്ദി രേഖപ്പെടുത്തുന്നതോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം അവസാനിക്കുന്നതായിരിക്കും. താങ്ക് യു.